വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തി ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kaanyangad, Kozhikode, Koilandi and Kuttiyadi. ഇന്ത്യൻ റെയിൽവേ കാസർഗോഡ് ജില്ലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, അമൃത് ഭാരത് എക്സ്പ്രസിന് ജില്ലയിൽ കൂടുതൽ സ്റ്റോപ്പ് അനുവദിക്കുക, കാസർഗോഡ് എം പി റെയിൽവേ വികസനത്തിന് ആവശ്യമായ ഇടപെടൽ നടത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കോട്ടച്ചേരി കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. റെയിൽവേ സ്റ്റേഷന്റെ കവാടത്തിന് മുന്നിലെത്തിയതോടെ റെയിൽവേ പോലീസും ഹോസ്തൃക പോലീസും ചേർന്ന് മാർച്ച് തടഞ്ഞു. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകർ സ്ഥലത്ത് നടത്തിയ പ്രതിഷേധ യോഗം സംഘടനയുടെ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം എക്കാലവും കാസർഗോഡിനോട് സ്വീകരിക്കുന്ന അങ്ങേയറ്റ അവഗണന ഇപ്പോഴും തുടരുകയാണ്. ഈ കാസർഗോട്ടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ റെയിൽവേക്ക് വരുമാനം നൽകുന്ന നിരവധിയായ റെയിൽവേ സ്റ്റേഷനുകളുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡും കാഞ്ഞങ്ങാടും നീലേശ്വരവും ചെറുവത്തൂരുമെല്ലാം ഉൾപ്പെടെ ഈ കാസർഗോഡ് ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന നിരവധിയായ റെയിൽവേ സ്റ്റേഷനുകൾ. കേരളത്തിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ കള്ളവണ്ടി കയറാതെ ഇന്ത്യൻ റെയിൽവേയോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം. എന്നാൽ കേരളത്തോടും പൊതുവിൽ കാസർഗോഡ് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളോടും അങ്ങേയറ്റത്തെ വിവേചനപൂർണമായ നിലപാടാണ് ഇപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ഏറ്റവും ഒടുവിലെ നീക്കത്തിലൂടെ പോലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് യതീഷ് വാരിക്കാട്ട് അധ്യക്ഷനായി. മുൻ ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ്, ഹരിത നാലപ്പാടം, വി പി അമ്പിളി, അനീഷ് കുറുമ്പാലം എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സുജിത്ത് മോനാച്ച സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.